സിനിമ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലൈക്കോട്ടി വാലി, അതാണ് നമ്മുടെ വിഷയം. അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സിനിമ കണ്ടു. മലൈക്കോട്ടി വാലി ലിജോ പല്ലിശ്ശേരിയുടെ ഗംഭീര സിനിമ, അങ്ങനെ പറയാം. ലിജോ പല്ലിശ്ശേരിയുടെ മൂവി എന്ന് തന്നെ പറയാം. മോഹൻലാൽ എന്ന നടൻ്റെ സിനിമ ആയിട്ടല്ല നമ്മൾ ലിജോ പല്ലിശ്ശേരിയുടെ മൂവി കാണുന്നത്. ലിജോ പല്ലിശ്ശേരി ഇതുവരെ കാണിച്ച എല്ലാ സിനിമയിലൂടെയും പോലെ തന്നെ മോഹൻലാലിനെ വെച്ച് ഒരു ഗംഭീര വിരുന്ന് തന്നെ ഈ സിനിമ ലിജോയുടെ രീതിയിൽ തന്നെ ഉണ്ടാക്കിയുണ്ടായി. പക്ഷേ മലൈക്കോട്ടി വാലിബൻ എന്ന ഒരു വലിയ മല്ലയുദ്ധക്കാരനായിട്ടാണ് മോഹൻലാൽ അതിൽ കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഷിബു ബേബിയാണ് പ്രൊഡ്യൂസർ. പിന്നെ പുറ രാജ്യത്തിലുള്ള മറ്റ് ക്യാരക്ടേഴ്സ്, പല ആക്ടേഴ്സുകളും പുറത്തു നിന്ന് വന്ന ക്യാരക്ടേഴ്സ്, അവരും അതിൻ്റെതായ എല്ലാമായാലും ഒരു മോഹൻലാൽ സിനിമ എന്ന് പറയാൻ മലൈക്കോട്ടി വാലിബന് കഴിയുന്നു. ആ ഒരു ത്രില്ല് നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറയേണ്ടത്. സിനിമ കാണാൻ എല്ലാം ഒരു കണ്ടതും പറഞ്ഞതുമൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം. പക്ഷേ ക്യാരക്ടറിലും സ്ക്രിപ്റ്റിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റത്തെക്കാൾ സിനിമ തിയേറ്ററിൽ ഒരു ത്രില്ലടിപ്പിക്കുന്നില്ല എന്നതിൽ സത്യമാണ്. ഒരു ആക്ഷനായിട്ടോ മാസായിട്ടും ഏത് രീതിയിലായാലും സിനിമ പ്രേക്ഷകരെ ഒന്നിരുത്തി ഇല്ല എന്ന് തന്നെ പറയും. കാരണം അത്രക്കും സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് മോശം ആവാൻ സാധ്യതയുണ്ട്. ഇത് ഒരിക്കലും ലാലേട്ടൻ ഫാൻസായിട്ടോ അങ്ങനെയല്ല. ലാലേട്ടൻ്റെ ഫാൻസ് എന്ന് പറയുമ്പോൾ ഇത്തിരി പ്രതീക്ഷയുള്ളവരാണ്. അവർക്ക് മോഹൻലാൽ സിനിമ സ്ക്രീനിൽ കാണേണ്ടത് അതിൻ്റെയും വളരെ മികവോടെയാണ്. മോഹൻലാൽ സിനിമ അത്തരത്തിൽ കാണാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുമ്പോൾ വളരെ നിരാശ തരുന്ന രീതിയിലുള്ള ലാലേട്ടൻ്റെ ഓരോ സിനിമകൾ വളരെ സങ്കടപ്പെടുത്തുന്നതാണ് പ്രേക്ഷകർക്ക്. ഇതിൻ്റെ പാട്ടുകളും സ്ക്രീൻ എഡിറ്റേഴ്സും ക്യാമറ രീതിയുമൊക്കെ ലിജോ ഗംഭീരമാക്കിയിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ഈ കഥയുടെ സ്ക്രിപ്റ്റിൻ്റെ താളം തെറ്റലുകൾ ഉണ്ട് എന്നതിൽ ഒരു സംശയമില്ല. ഫുൾ മാർക്ക് പറയാൻ സിനിമയ്ക്ക് പറ്റില്ല. കാരണം സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ മാത്രമാണ്. കുറേ സമയം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. എന്നാലും മോഹൻലാൽ ഇത്രയും പ്രതീക്ഷിച്ച് കൊണ്ടുവന്ന സിനിമയെ നമുക്കൊരു തിയേറ്ററിൽ പോയി ത്രില്ലടിക്കാൻ പറ്റാതെ ആയിപ്പോയെന്നൊരു സങ്കടമുണ്ട്. സിനിമക്ക് പല രീതിയിലും നെഗറ്റീവുകൾ വരുന്നുണ്ട്. പക്ഷേ അതുപോലെ വന്നുപോയി എന്നതിൻ്റെ സങ്കടം ലാലേട്ടൻ. ഈ സിനിമയിൽ ലാലേട്ടൻ്റെ സിനിമ എന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ലിജോ പല്ലിശ്ശേരി സിനിമയാണ് നമ്മൾ കണ്ടത്. അതാണ് ഈ സിനിമയുടെ രീതി. ക്ലാസ്സായി രൂപപ്പെടുത്തിയ ഒരു സിനിമയായിട്ട് അത് മാസില്ല, വെറും ക്ലാസ്സാണ് സിനിമയ്ക്ക് കാണുന്നത്. ചില രീതിയിൽ ഫൈറ്റൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഒരു ബിജിഎമ്മും കാര്യങ്ങളുമൊക്കെ ഒരു വളരെ ലോ ആണ്. സിനിമയുടെ ശരാശരി രീതി നോക്കിയാൽ വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് പറയും. അങ്ങനെയുള്ളൊരു മൂവിയായി മാത്രമേ മലൈക്കോട്ടി വാലിബൻ എന്ന ഈ സിനിമക്ക് പ്രേക്ഷകർ കാണാൻ പറ്റൂ. താങ്ക്സ് ഫോർ വാച്ച്.